ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പിന്നെയും ഞാൻ വീഡിയോ ആയിട്ട് വന്നേക്കുക. വല്ലപ്പോഴും ഇങ്ങനെ ഓരോരോ വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ്. അപ്പം ലൈക്ക് ചെയ്യണം. ആകെ ഒന്നോ രണ്ടോ ലൈക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. പിന്നെന്താ, വെറുതെ ആരും മിണ്ടാനും വിളിക്കാനും സംസാരിക്കാനും ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ വെറുതെ ഫോണിൽ നോക്കി ഇങ്ങനെ തോന്നുന്നത് പറയുന്നു. തോന്നുന്നതല്ല കേട്ടോ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോരോ അനുഭവങ്ങൾ പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ഞാൻ എല്ലാ യൂട്യൂബേഴ്സും ഈ ഇൻഫ്ലുവൻസേഴ്സും ഈ മോട്ടിവേറ്റേഴ്സൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പറയുന്നത് നമ്മൾ ആരും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നൊക്കെ പറയുന്നത്. അത് സത്യമായിട്ടുള്ള കാര്യം കേട്ടോ. എനിക്ക് ഇപ്പം ഒരനുഭവം ആയേക്കുവാണ്. എന്താ, നമ്മൾ അഗാധമായിട്ടിങ്ങനെ എല്ലാം കണ്ണും പൂട്ടി എല്ലാം പറഞ്ഞു എടുത്തും ഇങ്ങനെ അവരേന്നൊരു ലോകത്തിൽ ഇങ്ങനെ ആകുമ്പം അവർ അവരുടെ ആവശ്യമെല്ലാം കഴിഞ്ഞ് പൊടിയും തട്ടി പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, ഈ എല്ലാവരും പറയും നെഞ്ചിൽ അമ്മിക്കല്ലെടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഈ നെഞ്ചിൽ അമ്മിക്കല്ലെടുത്ത് വെച്ചേക്കുന്ന ഫീലിങ്സ് എങ്ങനെയാണ്. ഇപ്പം അനുഭവം വന്നപ്പം മനസ്സിലായി, അമ്മിക്കല്ലാണോ പാറക്കല്ലാണോ എടുത്ത് വെച്ചേക്കുന്ന പോലെ തോന്നുന്നതെന്ന്. പക്ഷെ നമ്മൾ ആരെയും വിശ്വസിക്കരുത് കേട്ടോ, ഈ ലോകത്ത് ആരെയും. കാരണം നമ്മളെപ്പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നമ്മളെ സിറ്റുവേഷൻസ് അനുസരിച്ച് നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റും, തീരുമാനങ്ങൾ മാറ്റും. നമ്മളെപ്പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പിന്നെ ചിലരുണ്ട് കേട്ടോ, പറഞ്ഞ വാക്കുകളിൽ ഉറച്ച് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ സാധാരണ ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ചിലപ്പോൾ നമുക്ക് ഫേവറബിളായിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ നമ്മുടെ തീരുമാനങ്ങൾ മാറ്റും, ഇഷ്ടങ്ങൾ മാറ്റും. ഈ പ്രേമിച്ച ആൾക്കാർ വേറെ കല്യാണം കഴിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെന്താ, എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണെന്ന് വരുന്നത്. ഇതെനിക്ക് ഒന്നിച്ചിട്ട് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. എന്നെ അത് ആകെ കൂടി പോയ 3 ലൈക്ക് അല്ലെങ്കിൽ 4 ലൈക്ക് വീട്ടിൽ അനിയത്തി, അച്ഛൻ, അമ്മ, പിന്നെ അറിയാവുന്ന 1-2 ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെന്താ, പിന്നെ നമുക്ക് ചിലർക്കൊക്കെ ഉണ്ട് ഒരുപാട് ഫ്രണ്ട്സ്. നമുക്ക് പക്ഷെ ആവശ്യം വരുമ്പോൾ ഇവരെ ഒന്നും നമുക്ക് കറണ്ട് വന്ന് ആവശ്യമുള്ളപ്പം നമുക്ക് പക്ഷേ ഇവരെ ഒന്നും നമുക്ക് കിട്ടത്തില്ല കേട്ടോ. അത് എനിക്കൊരു അനുഭവം വന്നു ഈ ഇടയ്ക്കൊക്കെ. പക്ഷേ അപ്പോഴും നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കാത്ത ആൾക്കാർ ചിലപ്പോൾ നമുക്ക് അന്നേരം നമ്മൾ ചിലപ്പോൾ ഒരു വാക്ക് മതി സപ്പോർട്ട് ചെയ്ത് നമുക്കപ്പോൾ വലിയൊരു ആശ്വാസമാണ്. നമ്മളിപ്പം വലിയൊരു സങ്കടത്തിൽ നമ്മളിപ്പോൾ പൊട്ടിപ്പോകും എന്നുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പം ഞാൻ നോക്കട്ടെ, ഞാൻ ശ്രമിക്കട്ടെ, ഞാനുണ്ട് കൂടെ, നീ വിഷമിക്കണ്ടെന്നൊക്കെ അങ്ങനെ ഒരു വാക്ക് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് അനുഭവം വരുമ്പോഴല്ലേ നമ്മൾ അതിൻ്റെ ആ എഫക്റ്റ് മനസ്സിലാക്കുന്നത്. അയ്യോ, അതൊക്കെ ഭയങ്കര കേട്ടോ. നമുക്ക് അനുഭവം വരുമ്പോഴാണ് നമ്മൾ ഓരോന്ന് പഠിക്കുന്നത്. ഈ ഇൻഫ്ലുവൻസേഴ്സ് മോട്ടിവേറ്റേഴ്സൊക്കെ പറയുന്ന കാര്യങ്ങൾ വളരെ ശരിയാണ് കേട്ടോ. അവർ ആരെയും വിശ്വസിക്കരുത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വളരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെന്താ, വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്താൽ മതി കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മാത്രമൊന്നുമില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ബൈ.